ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഗംഭീര വിജയമാണ് ഇന്നലെ സ്വന്തമാക്കിയിട്ടുള്ളത്. 1-3 ഗോളുകൾക്കാണ് ചെന്നൈയിൻ എഫ്.സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ തട്ടകത്തിൽ വെച്ചുകൊണ്ട് പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ടീം ഒന്നടങ്കം മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. മത്സരത്തിന്റെ തുടക്കം തൊട്ടേ ആധിപത്യം പുലർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിരുന്നു. പിന്നീട് അവർക്ക് റെഡ് കാർഡ് ലഭിച്ചതോടുകൂടി കാര്യങ്ങൾ എല്ലാം കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി മാറുകയായിരുന്നു. ഏതായാലും ഈ മത്സരത്തിലെ പ്രകടനത്തിന്റെ പേരിൽ നമ്മൾ രണ്ടുപേരെ പ്രശംസിക്കേണ്ടതുണ്ട്. എപ്പോഴും വിമർശനങ്ങൾ ഏൽക്കാറുള്ള രണ്ട് താരങ്ങളെ നമ്മൾ എന്തായാലും പ്രശംസിക്കേണ്ടതുണ്ട്. കാരണം വിമർശിച്ചാൽ മാത്രം പോരല്ലോ, മികച്ച പ്രകടനം നടത്തുമ്പോൾ തീർച്ചയായും അവർ കയ്യടി അർഹിക്കുന്നുണ്ട്. അതിലൊന്ന് ഗോൾ കീപ്പറായ സച്ചിൻ സുരേഷാണ്. വളരെ മികച്ച രൂപത്തിലാണ് ഈ മത്സരത്തിൽ അദ്ദേഹം കാര്യങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ എതിർ താരത്തിന്റെ ഒരു ഹെഡറൊക്കെ അദ്ദേഹം സേവ് ചെയ്യുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. അത് എടുത്തു പറയേണ്ടതാണ്. മത്സരത്തിലുടനീളം വളരെ ശാന്തനായിക്കൊണ്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സച്ചിന്റെ പ്രകടനം എടുത്തു പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും ഈ സീസണിൽ മിസ്റ്റേക്കുകൾ കാരണം വലിയ വിമർശനങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. പക്ഷെ ഈ മത്സരത്തിൽ അദ്ദേഹം മികച്ച രൂപത്തിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖിന്റെ ഒരു സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ്. അത്ഭുതപ്പെടുത്തുന്ന പ്രകടനമാണ് ഡാനിഷ് ഫറൂഖ് കാഴ്ചവെച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ മത്സരത്തിൽ ഡാനിഷ് ഫറൂഖിനെ പോലെയുള്ള ഒരു താരത്തെ മിസ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ടി.ജി. പുരുഷോത്തമൻ ഈ മത്സരത്തിൽ ഡാനിഷിന് സ്റ്റാർട്ടിംഗ് 11-ൽ ഇടം നേടി കൊടുത്തത്. അതിനോട് നീതി പുലർത്തുന്ന പ്രകടനമാണ് ഡാനിഷ് നടത്തിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ വയ്യ. പ്രത്യേകിച്ച് മധ്യനിരയിൽ നല്ലൊരു കൺട്രോൾ വരുത്താൻ ഡാനിഷ് വന്നതോടുകൂടി നമുക്ക് കഴിഞ്ഞു എന്നതാണ്. 89 മിനിറ്റാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. ആകെ 51 പാസുകൾ, അതിൽ 43 പാസുകൾ അക്യുറേറ്റ് ആയിരുന്നു. 84% അക്യുറേറ്റ് പാസസ് വരുന്നു. 59 ടച്ചുകളാണ് അദ്ദേഹം ആകെ നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 3 ലോങ് ബോളുകൾ, ഗ്രൗണ്ട് ഡുവൽസ് 4 അതുപോലെ തന്നെ ഏരിയൽ ഡുവൽസ് 3. ഇങ്ങനെയാണ് ഡാനിഷ് ഫറൂഖിന്റെ ഒരു കണക്കുകൾ വരുന്നത്. മധ്യനിരയിൽ അദ്ദേഹം മികച്ച പ്രകടനം നടത്തി എന്ന് പറയാതിരിക്കാൻ വയ്യ. ഏതായാലും സച്ചിൻ സുരേഷും ഡാനിഷും ഇന്നലത്തെ പ്രകടനത്തിന്റെ പേരിൽ ഇപ്പോൾ കയ്യടികൾ അർഹിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.